ഇത്രയും ആപ്ലിക്കേഷൻസ് മാത്രമേ ഇതിൽ സപ്പോർട്ട് ഉള്ളൂ. ഇതാണ് ഇതിന്റെ ആപ്പ് സെറ്റിങ്ങും കാര്യങ്ങളൊക്കെ. എന്തൊരു ലാഗാന്ന് നോക്കി. നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. നിങ്ങളുടെ വീട്ടിൽ പഴയ ടി വി വല്ലതും ഉണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് അതിനെ പുതിയതാക്കി മാറ്റാൻ സാധിക്കും. നിങ്ങളിപ്പോൾ വിചാരിക്കും പഴയ ടി വി എങ്ങനെ പുതുതാക്കും എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ പഴയ ടി വി അതുപോലൊക്കെ തന്നെ അവിടെ ഇരിക്കും. പക്ഷെങ്കിൽ അതിനുള്ളിലുള്ള സെറ്റപ്പുകളെല്ലാം നമുക്ക് മാറ്റി നല്ല അടിപൊളി ഫാസ്റ്റ് ആയിട്ട് ഏറ്റവും ക്വാളിറ്റിയിലേക്ക് നമ്മുടെ ടി വി എക്സ്പീരിയൻസ് കൊണ്ടുവരാനായിട്ട് സാധിക്കും. അതിനുവേണ്ടിയുള്ള ഒരു ഡിവൈസ് ആണ് പരിചയപ്പെടാനായിട്ട് പോകുന്നത്. ഫയർ ടി വി സ്റ്റിക്ക് എന്നാണ് ഇതിന്റെ പേര്. ഇത് ആമസോണിന്റെ ഒരു പ്രൊഡക്റ്റ് ആണ്. ആമസോണിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഏത് സമയത്തും ആമസോണിൽ നിന്ന് പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇതിന്റെ പല മോഡലുകൾ ആമസോണിലുണ്ട്. ഞാൻ വാങ്ങിയിരിക്കുന്നത് ഫയർ ടി വി സ്റ്റിക്കിന്റെ തേർഡ് ജനറേഷൻ ആണ്. തേർഡ് ജനറേഷൻ വന്നിട്ട് എനിക്ക് തോന്നി ഇപ്പൊ തന്നെ 2-3 വർഷമായി. ഇതൊരു ഫുൾ HD ഫയർ ടി വി സ്റ്റിക്ക് ആണ്. ഇനി നിങ്ങൾക്ക് 4K വേണമെന്നുണ്ടെങ്കിൽ 4K ഫയർ ടി വി സ്റ്റിക്കും അവൈലബിൾ ആണ്. ഇതിന്റെ പ്രൈസ് 2100 രൂപയ്ക്കാണ് ഇപ്പം ഞാൻ ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങിയത്. എനിക്ക് തോന്നുന്നു ആമസോണിൽ ഏറ്റവും കൂടുതൽ പ്രൈസ് വേരിയേഷൻ വരുന്ന പ്രൊഡക്റ്റുകളുടെ കൂട്ടത്തിലുള്ള ഒരു പ്രൊഡക്റ്റ് ആണിത്. ചില സമയത്ത് തന്നെ 3000 രൂപയൊക്കെ കിടക്കുന്ന കാണാം, ചില സമയത്ത് 2000, ചില സമയത്ത് 1500. അപ്പം പ്രൈസിൽ ഭയങ്കര വേരിയേഷൻ ഉണ്ട്. ഏറ്റവും വിലക്കുറവിൽ എപ്പം കിട്ടുന്നു അപ്പം നിങ്ങൾക്ക് ഇത് വാങ്ങാം. ഇപ്പം സെയിൽ ടൈം ഒക്കെ ആയതുകൊണ്ടാണ് തോന്നുന്നു 2000-ന് കിട്ടിയത്. ഇതിനേക്കാളും കുറഞ്ഞ വിലയിൽ മുമ്പ് ഇത് സെയിൽ ആയിട്ടുള്ളത്. എന്തായാലും ഞാൻ 2000-ന് കിട്ടിയപ്പോൾ ഞാൻ ഇത് 2000 അല്ല 2100-ന് ഇത് പർച്ചേസ് ചെയ്തു. ഇതിന്റെ 4K വെർഷൻ ആണ് വാങ്ങുന്നതെന്നുണ്ടെങ്കിൽ എനിക്കൊന്ന് 3999 രൂപയാണ്. ഇതിന്റെ ഡബിൾ എമൗണ്ട് അവിടെ കൊടുത്തെങ്കിൽ നമുക്ക് 4K വാങ്ങാൻ പറ്റും. ഞാൻ ഇവിടെ ഫുൾ HD ആണ് വാങ്ങിയിരിക്കുന്നത്. അപ്പൊ എനിക്ക് ഫുൾ HD ആവശ്യമുള്ളൂ, അതുകൊണ്ട് ഞാൻ ഫുൾ HD വാങ്ങി. അപ്പൊ 1500-2000 രൂപ കൊടുത്ത് ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങുന്നതിന്റെ കാര്യം എന്താണ്, എന്തിനാണ് ഇത് വാങ്ങുന്നത് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഞാൻ എന്റെ കേസിൽ പറയാം ഇത് വാങ്ങാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ സോണിയുടെ ഒരു 55 ഇഞ്ചിന്റെ ടി വി ആണ്. ഏകദേശം 8 വർഷത്തോളം മുമ്പ് വാങ്ങിയ ടി വി ആണ്. ഇപ്പോഴും നല്ല പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെങ്കിൽ ആ ടി വിയുടെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ അകത്തിലെ സോഫ്റ്റ്വെയർ ഒക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പഴഞ്ച സോഫ്റ്റ്വെയർ ആണ്. ആ ടി വി ഇറങ്ങിയ സമയത്ത് ആ സ്മാർട്ട് ടി വി ആയിരുന്നത്. പക്ഷെങ്കിൽ ആ കാലമൊക്കെ പോയി. ഇപ്പൊ അതിനുള്ളിൽ ആകെ പോകെ 1-2 ആപ്ലിക്കേഷൻസ് ഒക്കെ ഉള്ളൂ. യൂട്യൂബ് കിഡ്സ് അങ്ങനെയുള്ള ആപ്ലിക്കേഷൻസേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് നമുക്കൊന്നും ചെയ്യാനില്ല. അത് തന്നെയല്ല സോഫ്റ്റ്വെയർ, അതായത് ആ ടി വിയുടെ സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ലാഗുമാണ്. നമുക്കത് യൂട്യൂബ് ഒന്ന് ഓപ്പൺ ആക്കിയിട്ട് ഉപയോഗിക്കുക വലിയ ബുദ്ധിമുട്ടാണ്. നമ്മൾ യൂട്യൂബ് ഒക്കെ ഓപ്പൺ ആക്കാൻ പോയിരുന്നു കഴിഞ്ഞാൽ കുറെ സമയം എടുക്കാതെ ഓപ്പൺ ആയിട്ട് വരെ. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ടി വി അധികം ആരും ഉപയോഗിക്കുന്നില്ലായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു അതിനെ ഒന്ന് റിഫ്രഷ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ കുറെ കാലം കൂടെ അത് ഓടും എന്ന് എനിക്ക് തോന്നി. കാരണം സോണിയുടെ ടി വി ആയതുകൊണ്ട് തന്നെ ഇതുവരെ 8 വർഷമായിട്ടും അതിന് വേറെ കംപ്ലൈന്റ്സ് ഒന്നും വന്നിട്ടില്ല. പാനൽ പോവുകയോ ഡിസ്പ്ലേക്ക് പ്രശ്നം വരികയോ ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല. നല്ല ഹൈ ക്വാളിറ്റിയിൽ തന്നെ ഇപ്പോഴും അത് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ എക്സ്പീരിയൻസ് കുറച്ചുകൂടി ഒന്ന് എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയാണ് ഈ ഒരു സാധനം ഞാൻ വാങ്ങിയത്. പക്ഷെങ്കിൽ ഇത് വാങ്ങുമ്പോൾ എനിക്ക് അത്ര വലിയ പ്രതീക്ഷ ഇല്ലായിരുന്നു. കാരണം ഞാൻ ഇതിന് മുമ്പ് എനിക്കൊന്ന് 4-5 വർഷം മുമ്പ് ഞാൻ ഇതേ സെയിം സാധനം ഉപയോഗിച്ചിട്ടുണ്ട് മറ്റൊരു ടി വിയിൽ. അന്ന് എനിക്ക് അത്ര വലിയൊരു നല്ല എക്സ്പീരിയൻസ് ആയിട്ട് തോന്നിയില്ല. പക്ഷെങ്കിൽ ഇത് വാങ്ങി 2 ദിവസമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. കിട്ടില്ല എക്സ്പീരിയൻസ് ആണ്. നല്ല ഫാസ്റ്റ് ആയിട്ട് നല്ല ക്വാളിറ്റിയിൽ കണ്ടന്റുകൾ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പം എൻ്റെ ആ ടി വി കണ്ടു കഴിഞ്ഞാൽ പറയത്തില്ല അത് ഇത്രയും ഓൾഡ് ടി വി ആണ്, അതിന്റെ സോഫ്റ്റ്വെയർ ഒക്കെ ഇത്രയും തകർന്ന് തരിപ്പണമായി കിടക്കുന്ന സോഫ്റ്റ്വെയർ സെറ്റപ്പ് ആണെന്നൊന്നും ആരും പറയത്തില്ല. കാരണം ആ രീതിയിലുള്ള ബസൽലെസ് ആയിട്ടുള്ള നല്ല കിടിലായിട്ടുള്ള ഒരു ടി വി ആണത്. പക്ഷെങ്കിൽ അതിന്റെ പ്രശ്നം ഇതാണ്, ഞങ്ങൾ സോണി കസ്റ്റമർ കെയറിലൊക്കെ കോൺടാക്ട് ചെയ്ത് സർവീസ് സെന്ററിൽ നാളെയൊക്കെ വിളിച്ച് എന്താ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് വല്ലതും ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ട്രൈ ചെയ്ത് നോക്കിയിരുന്നു. പക്ഷേ ആ ടി വിയിൽ സോഫ്റ്റ്വെയർ അപ്ഡേറ്റോ അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും ചെയ്യാൻ പറ്റത്തില്ലെന്നാണ് സോണി ഒഫീഷ്യൽ ആയിട്ടുള്ള അവരുടെ ആളുകൾ വന്ന് ചെക്ക് ചെയ്തതിനു ശേഷം പറഞ്ഞത്. കാരണം അത്രയും പഴയ ടി വി ആയതുകൊണ്ട് തന്നെ അതിലേക്ക് പുതിയ കാര്യങ്ങൾ ആഡ് ചെയ്യാനായിട്ടൊന്നും സാധിക്കത്തില്ല എന്നാണ് പറഞ്ഞത്. പക്ഷേ നമുക്കത് കളയാനും പറ്റത്തില്ല. കാരണം അമ്മാതിരി ഇപ്പം നമ്മൾ വാങ്ങുന്ന ടി വികളെക്കാളും ക്വാളിറ്റി ഉള്ള ഒരു ടി വി ആണ്. അത്രയും സൈസ് ഒക്കെയുള്ള ടി വി നമ്മൾ കളയാൻ പറ്റത്തില്ല. ഏകദേശം അന്നത് വാങ്ങിയപ്പോൾ 80 രൂപയുടെ അടുത്ത് വിലയുള്ള ടി വിയാണ്. അപ്പം ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളിലൊക്കെ നിങ്ങൾ പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, അതായത് നമ്മുടെ ടി വി കുഴപ്പമൊന്നുമില്ല, അത് കളയാനും പറ്റത്തില്ല, പക്ഷേ നമുക്കത് കുറച്ചുകൂടെ എൻഹാൻസ് ചെയ്യുകയും വേണമെന്നുള്ള സാഹചര്യമൊക്കെ ഉണ്ടെങ്കിൽ ആ സമയത്ത് നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആവുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് ഈ ഒരു ഫയർ ടി വി സ്റ്റിക്ക്. അപ്പൊ ഇത് ഏതൊക്കെ ടി വിസിൽ ഇത് ഉപയോഗിക്കാൻ പറ്റും എന്നുള്ള കാര്യം ഒന്ന് നോക്കാം. അത് ഇതിന്റെ ബോക്സിന് മുകളിൽ എഴുതിയിട്ടുണ്ട്. വാട്ട്സ് നീഡഡ് ഹൈ സ്പീഡ് ഇന്റർനെറ്റ് വിത്ത് വൈഫൈ HD ടി വി ആയിരിക്കണം വിത്ത് HDMI ഔട്ട്പുട്ട് ഉള്ള ടി വി ആണെങ്കിൽ മാത്രമേ ഈ ഒരു ഡിവൈസ് അതിൽ വർക്ക് ആകത്തുള്ളൂ. ആ ഒരു കാര്യം നിങ്ങൾ ഓർത്തുകൊള്ളുക. ഇത്രയും റിക്വയർമെന്റ് ആണ് ഇവർ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ ബോക്സിനുള്ളിൽ നമുക്ക് ലഭിക്കുന്നത് ഇതേപോലെ ഒരു HDMI-യുടെ കണക്ടർ ഉണ്ട്. ഇത് HDMI കണക്ടർ ആണ്. അതിനോടൊപ്പം തന്നെ നമ്മുടെ ഫയർ ടി വി സ്റ്റിക്ക് ഇതാണ്. ഇത് ഡയറക്റ്റ് നമുക്ക് ടിവിയുടെ HDMI പോർട്ടിലേക്ക് കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഇതിനോടൊപ്പം ഒരു 5 വാട്ട്സിന്റെ അഡാപ്റ്ററും ഒരു USB കേബിളും ഉണ്ട്. ഈ USB കേബിളും അഡാപ്റ്ററും എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഫയർ ടി വി സ്റ്റിക്കിന് പവർ കൊടുക്കണമെന്നുണ്ടെങ്കിൽ അത് നമുക്ക് അഡാപ്റ്ററിൽ നിന്ന് ഡയറക്റ്റ് ഫയർ ടി വി സ്റ്റിക്കിലേക്ക് കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ അതിനാണ് ഈ അഡാപ്റ്റർ നൽകിയിരിക്കുന്നത്. അപ്പൊ ഈ അഡാപ്റ്റർ ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ടിവിയുടെ USB പോർട്ടിൽ നിന്ന് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ഈ ഒരു ഫയർ ടി വി സ്റ്റിക്കിലേക്ക് പവർ കൊടുക്കാം. പക്ഷെങ്കിൽ അത് അത്ര നല്ല കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം പവറിൽ വേരിയേഷൻ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ നിങ്ങൾ അഡാപ്റ്റർ തന്നെ ഉപയോഗിച്ചിട്ട് ഫയർ ടി വി സ്റ്റിക്കിൽ പവർ കൊടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പൊ ഇത്രയും കാര്യങ്ങളുള്ള വേറെ ഒരു ഡിവൈസും ഒന്നുമില്ല. പ്ലഗ് ആൻഡ് പ്ലേ ആണ് ഇതിന്റെ ഒരു സെറ്റപ്പ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഇത് ടിവിയിലേക്ക് കണക്ട് ചെയ്ത്
ചെയ്ത് ഓൺ ആക്കി കഴിയുമ്പോൾ തന്നെ നമ്മൾ എന്തൊക്കെ സ്റ്റെപ്പുകൾ ചെയ്യണം, എന്തൊക്കെയാണ് എന്നുള്ള കാര്യം എല്ലാം തന്നെ നമുക്ക് ടി വിയിൽ നോക്കി തന്നെ ഓരോ സ്റ്റെപ്പുകൾ മനസ്സിലാക്കാൻ സാധിക്കും. ഞാൻ ആ ഒരു പ്രോസസ്സിംഗ് ഒന്നും പറയുന്നില്ല, കാരണം അത് കുറെ ലെങ്തി ആയിട്ടുള്ള ഒരു പ്രോസസ്സിംഗ് ആവും. അതിനുശേഷം നമ്മുടെ ആമസോൺ ഐഡി ഒക്കെ ഉപയോഗിച്ച് നമുക്ക് ഇതിൽ ലോഗിൻ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ ഇതാണ് ഈ ടി വിയുടെ റിമോട്ട്. ഇത് ഭയങ്കര ഒരു റിമോട്ടൊക്കെയാണ്. ഇതിലാണ് നമ്മൾ മൊത്തം കൺട്രോൾ ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ ഒരു ഇന്റർഫേസ് ഞാൻ കാണിച്ചു തരാം. ഇത് നമ്മൾ ഇങ്ങനെ ഓപ്പൺ ആക്കുന്നു. അതിനുശേഷം ഇതിന്റെ ഹോം ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇതിന്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് നോക്കി ഈ കാണുന്നതുണ്ടല്ലോ, ഇതാണ് ഇതിന്റെ ആപ്പ് സെറ്റിങ്ങും കാര്യങ്ങളൊക്കെ. അപ്പൊ നമ്മളിവിടെ ഓൾ ആപ്സിൽ വന്നു കഴിഞ്ഞാൽ ഇത്രയും ആപ്ലിക്കേഷൻസ് മാത്രമേ ഇതിൽ സപ്പോർട്ടുള്ളൂ. നെറ്റ്ഫ്ലിക്സ്, കിഡ്സ്, പിന്നെ ഫോട്ടോ ഫ്രെയിം മോഡ്, അങ്ങനെ 3-4 ആപ്ലിക്കേഷൻ. യൂട്യൂബും ഉണ്ട്. പക്ഷെ നമ്മൾ യൂട്യൂബ് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ഉണ്ടല്ലോ ഭയങ്കര ശോകമാണ്. അപ്പൊ ഇതിൽ ഓരോ ഫംഗ്ഷനിലേക്ക് പോകണമെന്നുണ്ടെങ്കിലും ഭയങ്കര ലാഗാണ്. അതിനോടൊപ്പം തന്നെ മറ്റൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ വോയിസ് സെർച്ച് ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൽ ടൈപ്പ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ഈ ടൈപ്പ് ചെയ്യുക എന്ന് പറയുന്നത് ഇതിലെ വലിയൊരു ടാസ്ക്കാണ്. സെർച്ചിൽ വരണം, അതിനുശേഷം നമ്മൾ ഇതേപോലെ കൊണ്ടുവന്ന് ടൈപ്പ് ചെയ്യണം. ഈ റിമോട്ട് ഉപയോഗിച്ചുകൊണ്ട് ടൈപ്പിംഗ് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ ഇങ്ങനെയുള്ള സാഹചര്യത്തിലാണ് നമുക്ക് ഈ ഫയർ ടി വി സ്റ്റിക്കിന്റെ ഒക്കെ ആവശ്യം വരുന്നത്. ഇനി ജസ്റ്റ് ഞാൻ ഫയർ ടി വി സ്റ്റിക്കിന്റെ സെറ്റപ്പുകളൊക്കെ ഈ ടി വിയിൽ ചെയ്തിട്ടുണ്ട്. നോക്കി എന്തൊരു ലാഗാന്ന് നോക്കി. അപ്പൊ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് അതൊന്ന് ഓൺ ചെയ്യാനായിട്ട് പോവുകയാണ്. ഇപ്പൊ ഞാൻ ഫയർ ടി വി സ്റ്റിക്ക് ഇതിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഫയർ ടി വി സ്റ്റിക്കിന്റെ റിമോട്ട്. ഇതിലാണ് ഇതിന്റെ ഫുൾ കൺട്രോൾ വരുന്നത്. അപ്പൊ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് വർക്ക് ആവുന്നതെന്ന്. ഇനി റിമോട്ടിൽ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫീച്ചർ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് ഈ അലക്സ ബട്ടൺ ഉണ്ടല്ലോ, ഈ കാണുന്ന ബ്ലൂ ബട്ടൺ, ഇതിൽ പ്രസ് ചെയ്ത് പിടിച്ചുകൊണ്ട് നമുക്ക് വോയിസ് കമാൻഡ് കൊടുക്കാൻ സാധിക്കും. ഓപ്പൺ യൂട്യൂബ്. ഓക്കെ, നമ്മൾ ഇതേപോലെ പറയുന്ന കാര്യങ്ങൾ ഓപ്പൺ ആയിട്ട് വരും. അതിപ്പം യൂട്യൂബ് ആയിക്കോട്ടെ, എല്ലാം സപ്പോർട്ടഡ് ആണ്. ഒരുമാതിരിപ്പെട്ട എല്ലാ ആപ്സും ഇതിൽ സപ്പോർട്ടഡ് ആണ്. നമുക്ക് മറ്റേതെങ്കിലും നോക്കാം. ഓപ്പൺ ആമസോൺ പ്രൈം. ഓക്കെ, ആമസോൺ പ്രൈം ഓപ്പൺ ആയി. ആമസോൺ പ്രൈമിനും നെറ്റ്ഫ്ലിക്സിനും ആമസോൺ മ്യൂസിക്കിനും ഒക്കെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ബട്ടൺ കൊടുത്തിട്ടുണ്ട്. അതേപോലെ ആപ്സിന് വേണ്ടി ഒരു സെപ്പറേറ്റ് ബട്ടൺ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ആപ്പിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇതിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ആപ്ലിക്കേഷനുകളൊക്കെ തന്നെ കാണാനായിട്ട് സാധിക്കും. അപ്പൊ ഈ ഇത്രയും ആപ്സ് ആണ് ഞാൻ ഇവിടെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത്. ഇനി ആപ്സ് ഇൻസ്റ്റാൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനുള്ള സൗകര്യവും ഇതിനകത്തുണ്ട്. അതേപോലെ തന്നെ നമ്മളുടെ ഓൾഡ് റിമോട്ടിന്റെ ഫുൾ കൺട്രോൾ നമുക്ക് ഈ പുതിയ റിമോട്ടിലേക്ക് എടുക്കാനായിട്ട് സാധിക്കും. അതായത് എൻ്റെ ഈ ഒരു റിമോട്ട് ഉപയോഗിച്ചാണ് ഞാൻ ടി വി ഓൺ ചെയ്യുകയും ഓഫ് ചെയ്യുകയും ചെയ്യുന്നത്. അതേപോലെ തന്നെ വോളിയം അപ്പ് ഡൗൺ ചെയ്യുന്നതൊക്കെ ഈ റിമോട്ടിലാണ്. സെയിം ഫങ്ഷൻസ് നമുക്ക് ഈ റിമോട്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് സാധിക്കും. അതിനുവേണ്ടി പ്രത്യേകിച്ച് നമ്മൾ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. ഇത് സെറ്റപ്പ് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് ഈ പറയുന്ന റിമോട്ട് കൺട്രോൾ ചെയ്യാനുള്ള ഫംഗ്ഷനൂടെ നമുക്ക് ഈ റിമോട്ടിലേക്ക് ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം ഈ 2 റിമോട്ടും വർക്കിംഗ് ആണ് എൻ്റെ ഈ ഒരു ടി വിയുടെ കേസിൽ. അപ്പം ഞാൻ നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാം. വോളിയം അപ്പ് ഡൗൺ ചെയ്യാനുള്ള സൗകര്യം ഈ റിമോട്ട് ഉപയോഗിച്ചാണ് ഞാൻ ചെയ്യുന്നത്. അതായത് നമ്മുടെ ടി വിയുടെ കൺട്രോൾ ഫുള്ള് നമുക്ക് ഈ റിമോട്ടിലേക്ക് എടുക്കാൻ പറ്റും. ഇനി ഇത് ഓഫ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഞാൻ ഓഫ് കൂടെ ചെയ്ത് കാണിച്ചു തരാം. ഇപ്പൊ ടി വി ഓഫ് ആയിട്ടുണ്ട്. വീണ്ടും ഞാൻ ഇവിടെ നിന്ന് ഓൺ ചെയ്യുകയാണ്. അപ്പൊ നമ്മുടെ പഴയ ടി വി ആണെങ്കിലും പഴയ ടി വിയുടെ റിമോട്ട് അടക്കം നമുക്ക് പുതിയ ഫയർ ടി വി സ്റ്റിക്കിലേക്ക് മാറ്റാനായിട്ട് സാധിക്കും. അത് തന്നെയല്ല, ഇവിടെ ഞാനൊരു കാര്യം നോട്ട് ചെയ്തത്, നമ്മൾ എവിടെയാണോ സ്റ്റോപ്പ് ചെയ്തത്, ടി വി ഓഫ് ചെയ്യുന്ന സമയത്ത് എവിടെയാണോ നമ്മൾ നിർത്തിയത് അവിടേക്ക് തന്നെ ആയിരിക്കും ഇത് ഓപ്പൺ ആയിട്ട് വരുന്നത്. കണ്ടോ, റെസ്യൂം ചെയ്താണ് ഇവിടെ വരുന്നത്. നോക്കി, നമ്മൾ ഇവിടെയാണ് ആ യുവർ ആപ്സ് ഗെയിംസ് എന്ന് പറയുന്ന ആ ഒരു സെക്ഷനിലാണ് നമ്മുടെ ടി വി ഓഫ് ചെയ്തത്. ഒന്നുകൂടെ ഞാൻ ഓഫ് ചെയ്യാവേ. ഓഫ് ചെയ്തിട്ട് വീണ്ടും ഇത് ഓൺ ചെയ്യുമ്പം അതേ ആ ഒരു പോയിന്റിൽ തന്നെ ആയിരിക്കും ഇത് ഓൺ ആയിട്ട് വരുന്നത്. സെയിം അതേ പോയിന്റിൽ തന്നെ ഓൺ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിൽ മറ്റ് ഫങ്ഷൻസ് ഒക്കെ കൊടുത്തിരിക്കുന്നത് ഈ കാണുന്നത് ഹോം ബട്ടൺ ആണ്. ജസ്റ്റ് ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഹോം പേജിലേക്ക് പോകും. ഇതാണ് ഹോം പേജ്. ഹോം പേജ് അത്ര വലിയതായിട്ടൊന്നും പറയാനൊന്നുമില്ല. ഇവിടെ നമുക്ക് കുറെ ആപ്സിന്റെ ഓപ്ഷൻസ് നൽകിയിട്ടുണ്ട്. വളരെ ഫാസ്റ്റ് ആണ് കേട്ടോ, വളരെ ഫാസ്റ്റ് ആയിട്ട് തന്നെ നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും. ഇനി ഇതിന്റെ താഴെ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെയാണ് ഇതിന്റെ സെറ്റിംഗ്സുകളൊക്കെ കൊടുത്തിരിക്കുന്നത്. ഇതാണ് ഇതിന്റെ സെറ്റിംഗ്സ്. പിന്നെ ഇവിടെ ഡിസ്പ്ലേ ആൻഡ് ഓഡിയോ എന്നുള്ള സെക്ഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് സ്ക്രീൻ മിററിംഗ് ചെയ്യാനുള്ള ഒരു സൗകര്യം ഇവിടെ നൽകിയിട്ടുണ്ട്. അതായത് ഈ സെക്ഷനിലെ എനേബിൾ ഡിസ്പ്ലേ മിററിംഗ് എന്നുള്ള ഈ ഒരു ഓപ്ഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഫോൺ നമുക്ക് വളരെ ഈസി ആയിട്ട് ടി വിയിലേക്ക് മിറർ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഓക്കെ, ഇനി നമുക്ക് യൂട്യൂബ് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കി എന്തെങ്കിലും വീഡിയോസ് ഒക്കെ ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. അതിന്റെ ഒരു ക്വാളിറ്റി എങ്ങനെ ഉണ്ടെന്നുള്ളത് നോക്കി. യൂട്യൂബിൽ നമ്മൾ മുമ്പ് ചെക്ക് ചെയ്തപ്പം ഈ രീതിയിലൊന്നും ആയിരുന്നില്ല, അത് വർക്കായിക്കൊണ്ടിരുന്നത് ഭയങ്കര ലാഗായിരുന്നു. പക്ഷേ ഇപ്പം നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് തന്നെ, അതായത് നമ്മുടെ നെറ്റ്വർക്ക് സ്പീഡ് എത്രയും സപ്പോർട്ട് ചെയ്യുന്നു അതിനനുസരിച്ച് വളരെ ഫാസ്റ്റ് ആയിട്ട് തന്നെ ഇപ്പം ഇത് വർക്ക് ആവുന്നുണ്ട്. ഞാനിവിടെ ഒരു കാര്യം നോട്ട് ചെയ്തത്, ഈ ഫയർ ടി വി സ്റ്റിക്ക് ഞാൻ വാങ്ങിയിരിക്കുന്നത് ഫുൾ HD ആണ്. അപ്പോൾ എൻ്റെ ടി വിയും ഫുൾ HD ആണ്. ഇതൊരു 4K TV അല്ല. അപ്പോൾ 4K TV അല്ലാത്തതുകൊണ്ട് തന്നെ ഇവിടെ ഫയർ ടി വി സ്റ്റിക്ക് നമ്മൾ വാങ്ങുന്നതും നമ്മുടെ ടി വി ഏത് രീതിയിലുള്ളതാണോ സപ്പോർട്ട് ചെയ്യുന്നത് ആ രീതിയിലുള്ള ഫയർ ടി വി
വി സ്റ്റിക്ക് വാങ്ങിയാൽ മതിയായിരിക്കും. ഇവിടെ ഒരു കാര്യം നോട്ട് ചെയ്തത്, അതായത് ടി വിയിലുള്ള ഒരു ഇൻബിൽഡ് ആയിട്ടുള്ള യൂട്യൂബ് ആപ്പിൽ കൂടെ നമ്മൾ വീഡിയോകൾ പ്ലേ ചെയ്യുമ്പോൾ കിട്ടുന്നതിനേക്കാൾ നല്ല ക്വാളിറ്റി നമുക്ക് ഈ ഒരു ഫയർ ടി വി സ്റ്റിക്ക് കണക്ട് ചെയ്തതിന് ശേഷം ഇപ്പം കിട്ടുന്ന വീഡിയോയ്ക്കുണ്ട്. കാരണം നേരത്തെ നമ്മൾ യൂട്യൂബിലൊക്കെ വീഡിയോ കാണുമ്പോൾ ഫുൾ HD ക്വാളിറ്റി ഇട്ടെന്ന് പറഞ്ഞാലും അത്രയും നല്ല രീതിയിലൊരു എൻഹാൻസ്ഡ് ആയിട്ടല്ലായിരുന്നു നമുക്ക് വീഡിയോ കിട്ടിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പം നല്ല ക്വാളിറ്റിയിൽ തന്നെ വീഡിയോകൾ ഇത് കണക്ട് ചെയ്തതിന് ശേഷം കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റിൽ എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് നമ്മുടെ ടിവിയുടെ റിമോട്ട്, ഇപ്പോൾ ടി വി പഴയ ടി വി ആണെന്നുണ്ടെങ്കിൽ പഴയ ടിവിയുടെ റിമോട്ട് വരെ നമുക്ക് റീപ്ലേസ് ചെയ്യാനായിട്ട് ഇതിനോടൊപ്പം കിട്ടിയിട്ടുള്ള ഈ ഒരു റിമോട്ട് ഉപയോഗിച്ചുകൊണ്ട് സാധിക്കുമെന്നുള്ളത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ ഒരു കാര്യമാണ്. ഇപ്പോൾ നമ്മൾ പഴയ ടി വി ആണെങ്കിൽ അതിന്റെ റിമോട്ടൊക്കെ പോയി കിടക്കുകയാണെങ്കിൽ അത് റീപ്ലേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് മാറ്റി പുതിയ ഒരെണ്ണം എടുക്കണമെങ്കിൽ തന്നെ 1000-1500 രൂപയാവും. അപ്പോൾ ആ ഒരു സാധനത്ത് നമ്മൾ ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ റിമോട്ടുമായി ഫയർ ടി വി സ്റ്റിക്കുമായി നമ്മുടെ ടി വി സ്മാർട്ട് ടി വി ആയി. അത്രയും പ്രയോജനമാണ് ഈ ഒരു ഡിവൈസിനുള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ള പ്രൊഡക്റ്റുകൾ ആമസോണിന്റെ മാത്രമല്ല പല കമ്പനികളുടെ MIയുടെ ഒക്കെ വരുന്നുണ്ട്. പക്ഷേ കൂടുതലും ആളുകൾ എനിക്ക് തോന്നുന്നു ഉപയോഗിക്കുന്നത് ഈ ആമസോണിന്റെ ഫയർ ടി വി സ്റ്റിക്ക് തന്നെയാണ്. ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ റിമോട്ടിന് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡയറക്റ്റ് ഫയർ ടി വി എന്ന് പറയുന്ന ഒരു ആപ്പ് ഉണ്ട്. ഈ ഒരു ആപ്പ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ആപ്പിന്റെ ത്രൂവും നിങ്ങളുടെ ടി വി കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. അതായത് ഈ റിമോട്ട് പോലെ തന്നെയാണ് ഈ ഒരു ആപ്ലിക്കേഷനും വർക്ക് ചെയ്യുക. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് ബൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്ക് ക്ലിക്ക് ചെയ്തുകൊണ്ട് ബൈ ചെയ്യാം. ഫുൾ HD വാങ്ങണമെങ്കിൽ അത്, അല്ലെങ്കിൽ 4K ഏത് വേണമെന്നുണ്ടെങ്കിലും ബൈ ചെയ്യാനായിട്ട് സാധിക്കും. രണ്ടിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നിങ്ങളുടെ ടി വി ഇനി ഫുൾ HD ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ 4K വാങ്ങേണ്ട കാര്യമില്ല. 2000 രൂപ കൂടുതലാണ് 4K വാങ്ങണമെന്നുണ്ടെങ്കിൽ. അപ്പം നിങ്ങൾ ഫുൾ HD തന്നെ വാങ്ങുന്നതായിരിക്കും നല്ലത്. ഞാൻ പറഞ്ഞല്ലോ, ഇത് കണക്ട് ചെയ്തതിനു ശേഷം നല്ല രീതിയിൽ വീഡിയോ ക്വാളിറ്റി ഒക്കെ നല്ല രീതിയിൽ എൻഹാൻസ് ആയിട്ടുണ്ട്. നല്ല ഫാസ്റ്റ് ആയിട്ട് തന്നെ നമുക്ക് അതിന്റെ ആ ഒരു സോഫ്റ്റ്വെയർ ഇന്റർഫേസ് നല്ല രീതിയിൽ ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അത് വെച്ച് നോക്കുന്നുണ്ടെങ്കിൽ വളരെ ശോകമായിട്ട് കിടന്ന ഒരു ടിവിയുടെ ഇന്റർഫേസിനെയാണ് ഇത് സ്മാർട്ട് ആക്കി തന്നത്. എന്തായാലും സംഭവം കൊള്ളാം. വേണ്ടവര് വാങ്ങിയിട്ട് ട്രൈ ചെയ്ത് നോക്കുക. അപ്പൊ ഇതിന്റെ റിക്വയർമെന്റ് എന്താണെന്നുള്ളത് ഞാൻ ഓൾറെഡി പറഞ്ഞു. അതുണ്ടെങ്കിൽ മാത്രമേ ബൈ ചെയ്യാവൂ. അതൊന്നും ഇല്ലാത്ത ടിവിക്ക് വേണ്ടി നിങ്ങൾ ഇത് ഒരു കാരണവശാലും ബൈ ചെയ്തത് നഷ്ടമായിരിക്കും. എനിക്ക് തോന്നുന്നു ആമസോണിൽ ഇത് റീഫണ്ട് ഓപ്ഷൻ ഒന്നും ഇല്ല. വാങ്ങി എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ ഇത് റീഫണ്ട് ചെയ്യാനൊന്നുമില്ല. റിട്ടേൺ ചെയ്ത് നമുക്ക് റീപ്ലേസ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. എമൗണ്ട് റീഫണ്ട് ഒന്നുമില്ല. പിന്നെ ഞാൻ ഒരു കാര്യം കൂടെ ആമസോണിൽ ചെക്ക് ചെയ്തിട്ട് ഇതിന്റെ വാറണ്ടി എത്ര വർഷം കിട്ടും എന്നുള്ള കാര്യമൊന്നും ആമസോണിലെങ്കിലും മെൻഷൻ ചെയ്തിട്ടില്ലായിരുന്നു. ഇനി എനിക്ക് ഞാൻ കാണാഞ്ഞിട്ടാണോ എന്ന് അറിയത്തില്ല. ഞാൻ കുറെ നോക്കി, എങ്ങും ഞാൻ വാറണ്ടി എത്ര ഉണ്ടെന്നുള്ള കാര്യമൊന്നും ഇതിന്റെ ആമസോണിൽ കണ്ടില്ല. പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത്, ഇതിന്റെ റീഫബ്രിഷ്ഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റും ആമസോണിൽ തന്നെ കിടപ്പുണ്ട്. ഇതിന് 2000 രൂപയാണ് ഇതിന്റെ പുതിയതിന്. പക്ഷേ റീഫബ്രിഷ്ഡ് മേടിക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു 1500 രൂപയ്ക്ക് 500 രൂപ കുറവിൽ റീഫബ്രിഷ്ഡ് വാങ്ങാൻ സാധിക്കും. റീഫബ്രിഷ്ഡ് വാങ്ങിയാലും കുഴപ്പമൊന്നും കാണത്തില്ല. കാരണം ഇത് പ്രത്യേകിച്ച് വലിയ ഹെവി വർക്കുകളൊന്നും ചെയ്യുന്നതല്ലല്ലോ. ഇത് ടിവിയുടെ പുറകിൽ ഇങ്ങനെ കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നതായത് കൊണ്ട് തന്നെ ഫിസിക്കൽ ഡാമേജ് ഒന്നും കാണത്തില്ല. പിന്നെ കുറെ കാലം യൂസ് ചെയ്തതിൻ്റെതായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ റീഫബ്രിഷ്ഡ് അതിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. 500 രൂപയുടെ ലാഭം നോക്കാതെ എന്റെ അഭിപ്രായത്തിൽ പുതിയ തന്നെ പറ്റുമെന്നുണ്ടെങ്കിൽ വാങ്ങുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പൊ പഴയ LED TV ഒക്കെ പഴയ ഇന്റർഫേസിൽ തന്നെ ഇപ്പോഴും ഉപയോഗിക്കുന്ന സുഹൃത്തുക്കൾക്ക് വേണ്ടി ഈ വീഡിയോ മറക്കാതെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് കൂടെ ചെയ്തേക്കുക. എന്തെങ്കിലും വീഡിയോ ബന്ധപ്പെട്ട് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അത് കമന്റുകളായിട്ട് അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതേപോലെയുള്ള ഒരുപാട് യൂണീക്ക് ആയിട്ടുള്ള പ്രൊഡക്റ്റുകളുടെ അൺബോക്സിംഗ് റിവ്യൂ ഒക്കെ നമ്മുടെ ചാനലിലൂടെ ചെയ്യുന്നുണ്ട്. ആ വീഡിയോകളൊക്കെ ആദ്യം തന്നെ നിങ്ങൾക്ക് കിട്ടാനായിട്ട് ബെൽ ഐക്കണിലൂടെ ക്ലിക്ക് ചെയ്തേക്കുക. അപ്പൊ നമുക്കിനി ഇതിൽ നല്ലൊരു അൺബോക്സിംഗുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.